കൈയടിക്കട ഈ നിലപാടിന്. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? പീഡന പരാതികൾ നിരവധി പാർട്ടികളിൽ വിവിധ ആളുകൾ നൽകി. എന്നാൽ ഏതെങ്കിലും പാർട്ടിക്കാരൻ ആരോപണ വിധേയനായ കുറ്റം തെളിഞ്ഞ ആരെയെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തന്റെ ഇടം കാണിച്ചിട്ടുണ്ടോ? അവിടെയാണ് കോൺഗ്രസ് വ്യത്യസ്തമാവുന്നത്. ഒരു യുവതി പരാതി നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി തീവ്രത അളക്കാൻ നിന്നിട്ടില്ല, പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടില്ല, പാർട്ടി പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടില്ല, പാർട്ടി കോടതി നിർമ്മിച്ചിട്ടില്ല. തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ വിധി വന്ന ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെക്കാൻ ആർജവും നട്ടെല്ലവും ത്രാണിയും തന്റെ ഇടവും കാണിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. വനിതകൾക്കെതിരെ ഏതെങ്കിലും ഒരുത്തൻ ഒരു കണ്ണുകൊണ്ട് പോൽ നോക്കിയാൽ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ പ്രതികരിച്ചാൽ അവരെ പാർട്ടിയിൽ നിന്ന് വെച്ചു പൊറുപ്പിക്കില്ല എന്ന സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നത്. മറുഭാഗത്ത് കൂടാരമുണ്ട്, മറുഭാഗത്ത് പീഡനാരോപണങ്ങൾ നേരിട്ട പാർട്ടിക്ക് പരാതി നൽകിയ നിരവധി വ്യക്തികളുണ്ട്. പി ശശി, പി കെ ശശി ഉൾപ്പെടെയുള്ള ആളുകൾ, ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വൈശാഖൻ ഉൾപ്പെടെ നിരവധിയായ ആളുകൾക്കെതിരെ CPM-നകത്ത് പരാതി ഉയർന്നപ്പോൾ അവർക്ക് വേണ്ടി സ്വന്തം കോടതിയും പോലീസ് സ്റ്റേഷനും നിർമ്മിച്ച പാർട്ടിയാണ് CPM. BJP-ക്കകത്ത് പീഡന പരാതി ഉയർന്നപ്പോൾ അവരെ സംരക്ഷിക്കുന്ന, ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് BJP. രാജ്യത്തിന്റെ അഭിമാനം കാത്ത ഒളിമ്പിക്സ് വേദികളിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി മെഡൽ നേടിയ വ്യക്തികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്ന നാലാംകിട പെർവേർട്ടിനെതിരെ ഇന്ത്യയുടെ ഗുസ്തി താരങ്ങൾ പരാതി കൊടുത്തപ്പോൾ ആ ഗുസ്തി താരങ്ങൾ തങ്ങളുടെ മെഡലുകൾ പരിപാവനമായ ഗംഗാ നദിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ ബ്രിജ് ഭൂഷണെ സംരക്ഷിക്കുക മാത്രമല്ല, അവനെ, ആ ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്ന വ്യക്തിയെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച MP ആക്കിയ പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി. പാലക്കാട്ട് ഒരു നേതാവ്, BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ്, ആ കൃഷ്ണദാസിന്റെ ഭാര്യ സഹോദരി പാർട്ടിക്ക് മുന്നിൽ ഒരു പരാതി പറഞ്ഞപ്പോൾ ആ പരാതിക്ക് പുല്ലുവില കൽപ്പിച്ച പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി BJP. ആ ഭാരതീയ ജനതാ പാർട്ടിക്കും CPM-നും കോൺഗ്രസിനെ ഇനി സദാചാരം പഠിപ്പിക്കാനുള്ള അർഹതയില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം നട്ടെല്ലുള്ള തീരുമാനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പാലക്കാട്ടെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു കണക്കിന് സംരക്ഷിക്കില്ല. PR ടീമിനെയും ഇറക്കി, സ്വന്തം PR സംഘത്തെ ഇറക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് നേതാക്കന്മാരെ അപമാനിക്കാൻ, അവഹേളിക്കാൻ ശ്രമിച്ചാൽ ഇതിലും വലിയ മറുപടി ആ PR ടീമിനും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും സഹോദരിയുടെ മാനത്തിന് വില പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള നാലാംകിട വ്യക്തികളെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെർവേർട്ടുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത്. തന്നെ താനാക്കി മാറ്റിയ കോൺഗ്രസിനെ അപമാനിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ പാർട്ടിയെ മുൻമുനയിൽ നിർത്താൻ ശ്രമിച്ച രാഹുൽ മാങ്കൂട്ടം, ഈ പാർട്ടിയോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കില്ല. കോടതി വിധി വന്ന സെക്കൻഡുകൾക്കകമാണ് പാർട്ടി നിലപാട് സ്വീകരിച്ചത്. അതാണ് കോൺഗ്രസ്. സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന ഒരുത്തനെയും വെച്ചു പൊറുപ്പിക്കുന്ന പ്രശ്നമില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അടിവരയിട്ട് പറയുകയാണ്. എന്തായാലും കോൺഗ്രസ് എടുത്ത തീരുമാനം സമൂഹത്തിലെ ജനങ്ങൾ കൈയടിക്കുന്ന തീരുമാനമാണ്. കോൺഗ്രസ് എടുത്ത തീരുമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാക്കാൻ കഴിയുന്ന തീരുമാനമാണ്. കോൺഗ്രസിനല്ലാതെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് എടുത്ത നിലപാട് നാളുകളിൽ കേരള രാഷ്ട്രീയത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിനെ പോലെ സ്ത്രീകൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും, ഇല്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പെർവേർട്ടുകളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ലെന്ന് തുടക്കം മുതൽ നിലപാടെടുത്തവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനായാലും ശരി, PCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആയാലും ശരി, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളായ K മുരളീധരനും രമേശ് ചെന്നിത്തലയും BM സുധീരനും അടക്കമുള്ള ഉമാ തോമസ് MLA അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ നട്ടെല്ല് നിവർത്തിയാണ് നിലപാട് പറഞ്ഞത്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. എക്കാലത്തും സ്ത്രീകൾക്ക് അനുകൂലമായി നിലപാടെടുത്ത, സ്ത്രീകളെ ചേർത്ത് പിടിച്ച, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോരാടിയ കോൺഗ്രസ് മറ്റൊരു നിലപാട് കൂടിയെടുത്ത ചരിത്ര താളുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇനി ആത്മാഭിമാനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനെ തന്നെ താനാക്കി മാറ്റിയ ഒരു പ്രസ്ഥാനത്തോട് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടെങ്കിൽ പാലക്കാട് MLA ആ സ്ഥാനം രാജിവെച്ച
പാർട്ടിയെ മുൾമുനയിൽ നിർത്താതെ പുറത്തേക്ക് പോകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്.